Hello gamers, welcome back to another episode Dude Thief Wars. Guys, നിങ്ങൾക്കറിയാലോ ഡ്യൂഡ് തീഫ് വാർ ഇത്തിരി എന്താണ് GTA 5 പോലത്തെ ഒരു ഗെയിമാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതന്നെ ഞാൻ കളിച്ച് നോക്കണം. എനിക്കറിയില്ല, ചിലപ്പോൾ GTA 5 ആയിരിക്കും, ചിലപ്പോൾ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആവാം, അറിയില്ല. സ്റ്റോറികളൊക്കെ ഇതിൽ കുറേ ഉണ്ട്. ഇതിൽ പ്രധാനമായും സ്റ്റോറിയും പിന്നെ എസ്കേപ്പുമാണ്. കാരണം പോലീസ് വരുമ്പോൾ എസ്കേപ്പ് ആവണം. എന്നിട്ട് പിന്നെ ഫൈറ്റിങ്, വാറ്, അതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റോറി ആയിരുന്നു തോന്നുന്നു. സ്റ്റോറിയാണെന്ന് തോന്നുന്നു. ആ കണ്ണാടിക്ക് വെച്ച് ഇതാണ് തോന്നുന്നു ഗൈസ്, എനിക്കറിയില്ല. സ്റ്റക്കാവാൻ പ്രോബ്ലം ഉണ്ട് ഗൈസ്. കൈയൊക്കെ തരുന്നുണ്ട്. നോട്ട് ദ ഗെയിം ഈസ് സ്റ്റിൽ ഇൻ ഇയർലി അസസ് കൊള്ളാം എന്ത് പറയുന്നത് ഗൈസ്, എനിക്കറിയില്ല. കളിച്ചു നോക്കാം ഗൈസ്. സിവിൽ ബോർഡാണ് നമ്മുടെ. മരമുണ്ട് ഗൈസ് ഇവിടെ. അവിടെ ഒന്നുമില്ല, വണ്ടി ഒന്നുമില്ല. ഗൈസ് ഓട്ടോ കിട്ടി. ഓട്ടോ റിഷ. ഗൈസ് പറപ്പിച്ചു വിടാം ഗൈസ്. ഓട്ടോ പോട്ടെ റൈറ്റ്. ഞാൻ ഗൈസ് പോണ്ട് ഗൈസ്. GTA 5 അല്ല ഗൈസ്, എന്നാലും ഓടിച്ചു. ഇതുണ്ട് 6 റൺ അടിച്ചത് സ്റ്റോപ്പാക്കി ഗൈസ്. GTA 5 അല്ല ഇത്, മറ്റേ എന്താ പറയുക, ഇപ്പോൾ എന്താണ് സാധാ ഒരു ഇന്ത്യൻ ബൈക്ക് പോലത്തെ ഒരു ഗെയിമാണ് ഗൈസ് ഇത്. എനിക്കത് ഇപ്പോൾ മനസ്സിലായത്. ഇന്ത്യൻ ബൈക്ക് തന്നെ. ഡോഡ്ജ് അല്ല ഇത്. ഡോഡ്ജ് അല്ല, കണ്ടപ്പോൾ ഡോഡ്ജ് വിചാരിച്ചു. ഡോഡ്ജാണ് എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അത് പോയത് ആ കാർ എൻ്റെ കയ്യിലുണ്ട് തോന്നുന്നു ഗൈസ്. പോയി നോക്കാം. ഇവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെ എന്തോ അവിടെ ഒരു കാർ കിടക്കുന്നുണ്ട്. കാർസ് അവിടെ കാറും ഗൈസ്. അവിടെ പോയാലോ ഗൈസ്, നമുക്ക് വണ്ടി ഇടിച്ച് കയറ്റാം. വണ്ടി പൊങ്ങി. $300 നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഇനി ആ $300 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സെൽ ഗൈസ്, വിൽക്കാം ഗൈസ്. കാറ് എന്നാൽ പറ്റും. ഓട്ടോ വിറ്റ് ഗൈസ്. ഓട്ടോ ഞാൻ എന്തായാലും വിറ്റ് ഗൈസ്. വണ്ടിക്കൊക്കെ അടിക്കുന്നുണ്ട് ഗൈസ് ആള്. നമ്മൾ സീനാണ്. വണ്ടിയിലൊക്കെ ഇട്ട് അടിച്ചിട്ടാണ്. 111 രൂപ ഞാൻ വെച്ചു ഗൈസ്. നമ്മളെങ്ങനെയാണ് ലാഭമൊന്നും നോക്കില്ല. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, അവിടെ കാണില്ലല്ലോ. സ്റ്റക്കിൻ്റെ പ്രോബ്ലം ഉണ്ട് ഗൈസ്, ഒന്നും വിചാരിക്കരുത്. ഈ വണ്ടി എടുത്തു ഗൈസ്. മുന്നോട്ട് പോ ഗൈസ്. പോണില്ല, ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ എന്താ ടയറ് ഉള്ളിൽ കയറി. സെല്ല് എൻ്റെ ടയറ് ഉള്ളിൽ കയറി ഗൈസ്. ഇത് അതേ ഒരു വണ്ടി അത് പറപ്പിക്കാൻ ഗൈസ്. നമുക്ക് കയറി പോയി പറപ്പിക്കാൻ കേസുണ്ട്. വിട്ട് വണ്ടിയൊക്കെ ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കാം ഗൈസ്. അത് പറപ്പിച്ച് അയ്യോ, നീ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ നിന്ന് പോയി കയറ്റി. കഴിച്ചിട്ട് പോലീസ് സ്റ്റേഷനല്ലേ. ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല, ബ്രേക്ക് സ്ലോ ആണ്. ബ്രേക്ക് പിടിച്ചാടാൻ ബ്രേക്ക് ഞാൻ അപ്പം തന്നെ നിൽക്കണം. റിട്ടേൺ എടുത്തുണ്ട് കേസ്. വാ ഒരുത്തും നമുക്ക് കേസ്. ഇവിടെ എന്താണ് കേസ്? ടയർ പഞ്ചറായി കേസ്. ടയർ പഞ്ചറായി. അവർ മുള്ളു വെച്ചിട്ടുണ്ടായിരുന്നു കേസ്. എനിക്ക് തോന്നി എന്തെങ്കിലും സംഭവിക്കുന്നു. എന്തെങ്കിലും ആവട്ടെ കേസ്. ടയർ കുഴപ്പമുണ്ടാവും. ഇനി ഓടാൻ പറ്റും. പോലീസ് ഒന്നും ഇറങ്ങി ഓടേണ്ടി ഓടിച്ചു പോവാൻ. വണ്ടി ഓടും നോക്കാം കേസ് ആദ്യം. ടയറിന് സാധനമൊക്കെ പോയി. പൂശി കേസ്. പോയി കേസ്. ഇനി അങ്ങോട്ടൊന്നും കയറില്ല കേസ്. ടയറില്ലാത്തതുകൊണ്ട് അത് സ്റ്റക്കായി കിടക്കും. ഇനി നോക്കണ്ട കേസ്. ഇനി വേറെ വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോവുക, അല്ലെങ്കിൽ ബസ്സിന് പോവുക. ബസ് ഉണ്ടോയെന്ന് അറിയില്ല, ഞാനൊരു ഓളത്തിന് പറഞ്ഞാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. പോലീസ് സ്റ്റേഷൻ. നമ്മൾ പോലീസായി കേസ്. ഓപ്പൺ ഡോർ ഗൈസ്. ഇതെന്താ വാട്ട് ഈസ് ദിസ്? ഇതാണ് നമ്മുടെ ക്യാബൻ. നമ്മുടെ ഒരു പോലീസിലെ സാറ് ഇരിക്കുന്ന സ്ഥലമാണ് ഗൈസ്. ഗൈസ് ജയിൽ കണ്ടു. അവിടേക്ക് പോകണമെന്ന് കാണിക്കേണ്ട കേസ്. ചാടി കിടക്കാൻ പറ്റില്ല ഗൈസ്. ഇതെന്തൊരു കാണിക്കുക കേസ്. ഇത്ര ചാട്ടൊന്നും വേണ്ട. ഇതാളാ? ഇതാരാണ്? എനിക്കറിയില്ല. ജാക്ക്, വേർ ആർ യു ബെൻ ഓൾ സമ്മർ ഡ്യൂട്ട്? I have been waiting for Lord Stannis here and jail. ഗൈസ്, ഇത് ആ ചെക്കൻ എങ്ങനെ ജയിലിലായെന്ന് പറഞ്ഞത് അതിൻ്റെ കഥയാണ്, ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരു റോബറി ചെയ്തു. അതിനകത്ത് ഇവർ രണ്ടുപേരും കൂടി എസ്കേപ്പ് ആവാൻ നോക്കിയപ്പോൾ കാറിന് വീലില്ല. ആ വീല് വേറൊരു കാറിലെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഒരു ടാക്സി പെട്ടെന്ന് ഒരു ഡ്രിഫ്റ്റ് അടിക്കുന്ന പോലെ വന്നു. അടുത്ത് കയറി പോയി. അപ്പോൾ അവർ നാശം വിട്ട് പോയി. ഈ ബസ് പോണു.
അപ്പോൾ അവരെന്ത് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ഒരു പതുക്കെ ഒരു വണ്ടി വരുന്നുണ്ട് കേസ്. ഒരു തൊട്ട വണ്ടിയാണ്, അതൊക്കെ പോകാനുണ്ട്. അവർക്ക് അതിൽ മുങ്ങാന്ന് വിചാരിച്ചു. ബാടാ വിളിച്ചിട്ട് അങ്ങനെ കയറി ആ ഡ്രൈവറിനിട്ട് താരിട്ടു. അത് അവർ പറപ്പിച്ചു പോയി. വേറെ ഒന്നുമില്ല. എന്നാൽ അവർ നല്ല സ്പീഡിൽ പോയി. പോലീസൊക്കെ പുറകെ ഉണ്ട്. അവിടുന്ന് പോലീസ്, പിന്നെ ഇവിടുന്ന് പോലീസ്. അത്രേ ഉള്ളൂ കേസ്, വേറെ ഒന്നുമില്ല. അപ്പോൾ വണ്ടി അവിടെ ഒരു സ്ഥലമുണ്ട് പൊങ്ങിപ്പോണത്. അവിടേക്ക് കയറിയപ്പോൾ ഹെലികോപ്റ്റർ അവിടെ ചങ്ങാതി വരുന്നുണ്ട്. ഒറ്റച്ചാട്ടത്തിൽ വണ്ടി അവിടെ എത്തി. ആ ബാക്കിൽ നിൽക്കുന്നവർ അവനെ ചതിച്ചു. അവൻ അതിനെ വണ്ടിക്ക് ഒറ്റച്ചാട്ടത്തിൽ പിടിച്ച് കയറി. ആ മറ്റേത് അറിഞ്ഞില്ല. അവൻ പറന്ന് അങ്ങനെ താഴെ ലാൻഡ് ആവാൻ വേണ്ടി പോയി. ലാൻഡ് ആവാനെന്ന് പോവുകയായിരുന്നു. അവൻ കാശൊക്കെ എറിഞ്ഞു കൊടുക്കുകയാണ്. ലാൻഡ് ആയപ്പോൾ അവൻ അവിടെ നിർത്തി. ചുറ്റിനും പോലീസ് കേസ്. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കുമ്പോൾ അവിടെ പോലീസ്, ഇവിടെയാണെങ്കിൽ പോലീസ്. അങ്ങനെ അവൻ പളിഞ്ഞു കേസ് കിട്ടും. അതാണ് കഥ. ഇതിനെന്താ കടക്കണേ? ഉറങ്ങിക്കൊണ്ട് ഇതൊക്കെ വരൂ എന്താണ് ഇതൊക്കെ വരൂ എന്താണ് പറയപ്പോൾ സിമ്പിളാന്നൊക്കെ ഇത് ആളതിന് തുള്ളുന്നു. ജയിലിലെ സന്തോഷമായി തോന്നുന്നവർക്ക്. ആ നിയർ മീറ്റ് ഉണ്ട് കേസ്. ആരെ കണ്ട് അവൻ്റെ ഫ്രണ്ടാണ് തോന്നുന്നു കാണാൻ പോണത്. പ്രാങ്ക ആര്യമാർക്ക് കാണിക്കുന്നുണ്ട് കേസ്. അപ്പം അതിലേ പോണം. ഇതിൽ ചാടാൻ പറ്റുമോ? പറ്റില്ല ചാടാൻ പറ്റില്ല. വണ്ടി ചെയ്തിട്ടില്ലല്ലോ. ഓ അത് ഓടിക്കാൻ പറ്റില്ല. നമ്മളിനി എന്ത് ചെയ്യും? ഇവിടെ വണ്ടി ഉണ്ടാവും കേസ്. ആ നമ്മൾ സെറ്റ് ആയിരിക്കും കേസ്. അടമോനെ കിട്ടി കേസ് വണ്ടി. നമ്മളൊരു വാസുട്ടനാണ്, കള്ളൻ വാസു കേസ്. നമ്മൾ ഓടിസാകട്ടെ ആരാവട്ടെ നമ്മൾ വണ്ടി എടുത്തിരിക്കും. അയ്യോ പോലീസ് വരുന്നു. അയ്യോ വിട്ടോടാ ചങ്ങാതി, എവിടേക്കും വിട്ടോ, പറപ്പിക്കാൻ കേസ്. ഓടിക്കും. പോലീസ് ഉണ്ട് കേസ്. അറിയാം അവൻ്റെ വണ്ടി എടുത്ത് അവർ കണ്ടു. ഉറപ്പാണ് ഞാൻ പെട്ടു. അത് 100% ഉറപ്പാണ് കേസ്. നീ എനിക്ക് രക്ഷപ്പെടാൻ വരുന്നില്ല. ഞാൻ പറപ്പിക്കാൻ കേസ്. അവിടെ കൂടി പുല്ലൊക്കെ പോകുന്നുണ്ട്. അവിടെ കൂടി ഇങ്ങനെ പറപ്പിച്ചു വിടുന്നുണ്ട്. എടാ അമ്മോനെ കിട്ടി കേസ്. വണ്ടി ഡ്രിഫ്റ്റ് അടിച്ചു. അവിടുന്ന് കറക്കി ഡ്രിഫ്റ്റ് അടിച്ചു. ഇത് എവിടേക്ക്? ഇവിടെ ഒരു അരമണക്കാണത്. ഞാൻ ദേ കേസ് അവിടെ ഒരു വെള്ള മഞ്ഞ ആ കളർ സാധനം കണ്ട അവിടെ ഇടിച്ച് കയറി. അവിടെ കറക്റ്റ് ആ വെള്ളയിൽ തന്നെ ഇടിച്ചു കേസ്. നീ എവിടെ മീറ്റ് ചെയ്യണം കേസ്. ആളുടെ മേത്ത് ആള് ഡിസ്കോ ഡാൻസ് കളിക്കുക. അയ്യമ്മ ഡിസ്കോ ഡാൻസ്. അതെ ജാക്ക്. നമ്മുടെ പേര് ജാക്ക് എന്നാണ്. ജാക്കിന് എന്തോ ആണ്. പോലീസ് റൺ അവേ. ഏത് വണ്ടി എടുക്കുക? പോലീസ് വണ്ടി എടുക്കണോ? വേറെ വണ്ടി എടുത്താലോ കേസ്? മാപ്പ് കാണാം കേസ്. നമുക്ക് ഇവിടുന്ന് എവിടെ ഇത് മറ്റേ ഒരു കുത്തവനല്ല, താജ്മഹലാണ് തോന്നുന്നു. ആ താജ്മഹലാ അല്ലേ? ആ താജ്മഹലാണ്. കുത്തബ്മിനാറല്ല, താജ്മഹൽ. ഇത് നമ്മുടെ കാർ വർക്ക്ഷോപ്പ്. ഇത് നമ്മുടെ മറ്റേ ഹോക്കിയില്ല എന്തോ കളിയുണ്ടല്ലേ, ഉരുട്ടിയെടുത്ത് കളിക്കണേ അത്. ഇവിടെ അപ്പുറത്തേക്ക് കടൽ. ഇത് രണ്ടിടത്ത് വരും കല്ല്. അപ്പുറത്ത് കടൽ. ഇതിലെ ഒരു മെയിൻ റോഡുണ്ട്. ഇതിലേ പോയി ആ സ്ഥലത്തു. അതൊക്കെ അത്ര ഉള്ളു. ആ സ്ഥലത്ത് എത്തി. അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേസ്. അവിടെ നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. വണ്ടി നോക്കണം. ബാക്ക് ആവണില്ല കേസ്. ആ വണ്ടി പോയി കേസ്. വണ്ടി പോയി വേറെ വണ്ടി എടുക്കേണ്ടി വരും. ആ കിട്ടി കേസ്. കിട്ടി. വണ്ടി ഇടയ്ക്ക് സ്റ്റക്കാവും. അതൊക്കെ നമ്മൾ എന്തായാലും എസ്കേപ്പല്ല എന്തായാലും റെഡിയാക്കി എടുക്കും കേസ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇതിലെവിടെയാണ് പോകേണ്ടത്? അയ്യോ ഒരാൾ ഇടിച്ചു എന്നാൽ ഞാൻ സോറി ചേട്ടാ, അത് അറിയാതെ ഇടിച്ചാ. എന്തെങ്കിലും ആവട്ടെ കേസ്. വണ്ടി അയ്യോ ഇറങ്ങാൻ പറ്റുമോ കേസ്? ഇവിടെ കൂടി റെയിലേ ഉണ്ടല്ലോ. ഇത് ഞാൻ കുഞ്ഞിനെ ഒരു കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും ഇല്ലായിരുന്നു. അപ്ഡേഷനിൽ കുറേ വന്നു തോന്നുന്നു കേസ്. എന്താണ് നമുക്ക് പോലീസ് വണ്ടിയൊക്കെ എടുക്കാമായിരുന്നു. പക്ഷെ ഇതേ വണ്ടിയൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുഞ്ഞിനെ കളിച്ചപ്പോൾ. അപ്പം അത് എടുക്കാൻ പറ്റുന്നുണ്ട്. ട്രെയിൻ ഉണ്ട്. ചായയൊക്കെ കുടിച്ചിട്ട് ട്രെയിനിൽ കയറി ചായ കുടിച്ചിട്ട് ഒരു മധുരക്കിനാവിൽ പാട്ടൊക്കെ പാടി ഞാൻ പോവാണ്. ഒരു മധുരക്കിനാവിൽ പാട്ടൊക്കെ പാടി ഇവിടെ എത്തി. മറ്റേ എവിടെ എത്തി? സ്പ്രിങ്ങോ ഇതൊന്നും പിന്നെ വന്നെടുത്ത് വൈബ്രേറ്റ് അടിക്കുന്നു. വൈബ്രേറ്റ് അടിക്കുക. എന്തേലും 2 രൂപ പോയിന്നാണോ കൂടിയെന്നാണോ? അയ്യോ വൈബ്രേറ്റ് അടിക്കാമല്ലോ.
ഇതെനിക്കറിയില്ല. ഞാൻ എൻ്റെ പറ്റി വൈബ്രേറ്റ് അടിക്കുക ചാടിക്കോ. വണ്ടിയൊക്കെ പൊങ്ങി കുത്തിയുണ്ട് കേസ്. ഒന്നുകൂടി പോവാ. ഇത് വന്നു ഫ്ലാഷ് ബാക്ക് തന്നെ കേസ്. പിന്നെ വന്നു തന്നെ പിന്നെയും പറയുന്നത് കേസ്. എനിക്കറിയില്ല കേസ്. നമ്മളിപ്പോൾ ഒന്നുകൂടി പോവാണ് കേസ്. അത് ഏത് വണ്ടി ഇടിച്ച് കയറ്റിട്ടുണ്ട്. എത്തി കേസ്. ഇവിടെ ഇറങ്ങാൻ പറ്റും. ഇറങ്ങണില്ല. എത്തി ഗൈസ്. നമ്മളിതിൽ കയറി പോവാണ് ഗൈസ്. വല്ല സ്ഥലം. നമ്മുടെ സാന്റാക്ലോസ് ഒക്കെ ഉണ്ടാവും ഗൈസ് ഇവിടെ. അപ്പോൾ അവൻ്റെ കൂടെയൊക്കെ കളിച്ച് നടക്കാം ഗൈസ്. ഇവിടെ ഞാൻ പോവാൻ തീരുമാനിക്കില്ല. സാന്റാക്ലോസ് ഉണ്ടെങ്കിൽ ബോംബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തോക്കില്ല ഗൈസ്. തോക്കുണ്ടെങ്കിൽ തോക്ക് മേടിച്ചിട്ട് പോയത്. റോക്ക് കത്തിച്ചിട്ടാലോ. അതാരത്? ഞാൻ കണ്ടത് തന്നെയാണ് കണ്ടത്. നമ്മൾ മാസ് വരവാണ് കേസ്. സാന്റൊക്കെ കേട്ടോട്ടെ. സാന്റ സുഖല്ലേ? സാന്റ ഭാഗ്യത്തിന് മറുപടി വന്നില്ല. ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് ഹെൽപ്പ് ഡെലിവറി ഗിഫ്റ്റ്സ്. വൈ നോട്ട് ഗേസ്. നമ്മൾ ഞങ്ങളോട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ ചെയ്യണ്ട നമ്മള്? ഇത് ഗിഫ്റ്റാണോ? പിടിച്ചോ. പിടിക്കില്ലല്ലോ. പിടിക്ക്. ഇത് എവിടെ ഇടണ്ട കേസ്? ചിമ്മിനി കൂട്ടി ഇടണം. ഇതൊക്കെ ഇതൊക്കെ ഇത് എനിക്ക് ചെയ്യാറിയില്ല. സാന്റിക്ക് ചെയ്തോന്നേ. സാന്റിക്ക് ഇതങ്ങനെയാണോ കേസ് ചെയ്യണം? എനിക്കറിയില്ല കേസ്. ഈ കേസ് നമ്മൾ ആദ്യത്തെ സ്ഥലം നമ്മൾ നിന്ന് സ്ഥലം അതാണ് കേസ്. ഇത് 40 ഡെലിവറി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാറിനെ സഹായിച്ചു. സാറിന് എനിക്ക് 5 സ്റ്റാറൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ വേറെ കാര്യം. എങ്ങനെ അതന്നെ. ഇനി നമുക്ക് കുറേ കൊടുക്കാനും ഉണ്ട്. എല്ലാം നമ്മൾക്ക് ചെയ്യാണ്ട് ഗൈസ്. അതാണ് പ്രശ്നം ഗൈസ്. മിഷൻ ഫെയിൽഡ്. യെസ് പുഷി ഗൈസ്. നമുക്ക് സാധിക്കില്ലെങ്കിലും നമ്മൾ റീസ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും എസ്കേപ്പ് ആവുമെന്ന് പറഞ്ഞാൽ ആയിരിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. വാസൂട്ടിനെ ഒന്ന് പേരച്ച് രണ്ടാമത് എന്തായാലും നമ്മൾ മിഷൻ കംപ്ലീറ്റ് ചെയ്യും. അതൊക്കെ അങ്ങനെയാണ് ഗൈസ്. വാസൂട്ടൻ ഇത്തിരി എന്താണ് ഡേഞ്ചർ. അതൊക്കെ അങ്ങനെയാണ് ഗൈസ്. ഗൈസ് പിടിച്ചോ. ഇതെന്തായാലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ നിർത്തി പോകും ഗൈസ്. അത് ഉറപ്പാണ് ഗൈസ്. നിർത്തി പോകും ഗൈസ്. ഇനി 24 ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്. ഇനിയും കുറെ കൊടുക്കാണ്ട്. 21 ആയി ഗൈസ്. അങ്ങനെ വാ. ഈ ആകാശത്ത് മേലേക്ക് ഇടാൻ പറ്റും. റീസും കുത്തി കഴിഞ്ഞാൽ ആദ്യം മുതലാവുന്നാണോ? റീസും കുത്തി നോക്കണോ? ആണോ? മെയിൻ മെനു വെച്ചാൽ ആദ്യം മുതൽ കളിക്കണം ഗൈസ്. പിന്നെ വന്നു ഗൈസ്. റീസും മറ്റേതാണ് എന്ത് പിന്നെയും ആദ്യം മുതൽ കളിക്കണത് എനിക്കറിയില്ല. കിട്ടില്ല ഗൈസ്. മിഷൻ പിന്നെയും ഫെയിൽഡ്. അതിനിടയ്ക്ക് ഒരു ആഡ് വന്നു. ഒരു ബ്രേക്കായി. ഗൈസ് ഞാൻ സഹായിക്കാൻ പോകുന്നില്ല. ആളെ ഇന്ന് ഞാൻ പൊട്ടിച്ചു വിടും. ആള് നല്ല ആളാലോ. സാന്റാക്ലോസിനെ വിട്ടു ഗൈസ്. അവിടെ ഒരു ഇഗ്ലൂ എന്ന സാധനം ഉണ്ട് ഗൈസ്. അവിടെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ആൾക്കാരുണ്ടെങ്കിൽ ആൾക്കാർക്ക് പണി കൊടുക്കാം. ഹായ് ചേട്ടാ, അസുഖമല്ലേ? അസുഖമാണോ? അയ്യോ ചേട്ടൻ TV ഉണ്ടോ? എൻ്റെ അടുത്ത് ബോംബുണ്ട്. ചേട്ടൻ TV ഉണ്ട്, എൻ്റെ അടുത്ത് ബോംബുണ്ട്. അപ്പോഴോ മണ്ടേ കൂടി കയറി ആള് ഇറങ്ങി ഓടുക ഗൈസ്. ബോംബ് എടുക്കണോ അത് വടിയെടുക്കും? എന്തെങ്കിലും എടുക്കാം. അയ്യോ ഞാൻ തെറിച്ചു പോയല്ലോ. കാരണം ഗ്യാസ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാൽ കറക്റ്റാ. ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്യും ഗ്യാസ് എനിക്കറിയില്ല ഗ്യാസ്. കാശ്മീർ തന്നുണ്ട് ചേട്ടാ ഇരിക്കുകയാണോ ചേട്ടാ? ഒരു ഹെഡ്ഫോൺ തരുമോ? ഞാൻ പാട്ട് കേൾക്കാനായിരുന്നു. അയ്യോ ഞാൻ കുരി വീണു. രക്ഷിക്കണേ കൊട്ടാട്ടോയ് എന്നടിച്ചു പറയാം ഗ്യാസ്. നമ്മൾ ഓടുണ്ട്. ഓടിക്കോ. എന്താണ് ഹാമറുള്ള ഹാങ്കാണ്. അടിച്ചു. അയ്യോ ഇവിടെ പോലീസ് വരും. അയ്യോ ആ വീട് പോയി കളിക്കാൻ കേസ്. ഇവിടെ പോലീസ് വരും. നമുക്ക് ആരും വിട്ടു. പൂശി തുറക്ക്. ചേട്ടാ ഒന്നില്ല കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. ഒന്ന് അഡ്ജസ്റ്റ്. ചേട്ടാ എല്ലണോ? സുഖല്ലേ? ഇതിൽ ബോംബുണ്ട്. പൈസ പിടിച്ചോ? വാനിഷ്ഡ്. ചേട്ടൻ കാശ് വേണോ? പിടിച്ചോ. പിടി. ഐ ആം റിച്ച്.
റിച്ച് ആൻഡ് ക്രീമി. റിച്ചാണ് കേസ്, റിച്ച്. എന്താ പറയുക, നമ്മൾ ഓരോ കറി വിറ്റ് റിച്ചായി, ആൾക്കാരെ വന്ന് റിച്ചായി, പോളിസിൽ നിന്ന് രക്ഷപ്പെട്ട് റിച്ചായി. അവളെന്നെ അടിക്കണോ? എന്നെ അടിക്കാനായോ? അതടാ എന്നെ അടിച്ചത് അത് തന്നെയാ. എന്നെ അടിച്ച ഞാൻ ഒന്നും നോക്കണ്ട ഗൈസ്. ഡയം ഡേഞ്ചേഴ്സ്, ബാസൂട്ടൻ ഡേഞ്ചർ. അതൊക്കെ അത്ര ഉള്ളു ഗൈസ്. അതൊക്കെ അങ്ങനെയാണ്. ബാസൂട്ടൻ പുറത്തിറങ്ങിയ ഗൈസ്. നമുക്ക് തിരിച്ചു പോയാലോ? ഉള്ളത് വലിയ കാര്യമൊന്നുമില്ല, പോവാം. അതാണ് മറ്റേത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി പോവാലോ ഗൈസ്. അടിയിൽ കൂടി പോയി അത് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഏരിയ അതാണ്. നമ്മൾ അവിടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഡോണായി. നമ്മൾ ഡോൺ ചടിക്കേറിയുണ്ട് ഗൈസ്. നമുക്കിനി ഓടാം. അവിടെ ഒരു ഗോ ടു മെയിൻ ലാൻഡ് കോസ്റ്റ് 100 രൂപ. ഇതൊക്കെ വലിയ നല്ലൊരു കാശാണ് കേസ്. ഇത്രയൊന്നും കൊടുക്കാൻ എന്തെങ്കിലും ഇല്ല. എന്തായാലും ആകെ 231 രൂപയ്ക്കുള്ളൂ ഈ കാശ്. 2000 പറയാം, ഒരു ലേക്കൊക്കെ ആണെങ്കിൽ പറയാം, 1 കോടി ആണെങ്കിൽ പറയാം. എന്നാലും കൊടുത്തു. പിന്നെ രാജ്യത്തേക്ക് പോകണ്ടേ? 43-63 പോണത്. മഹാഭാരതം കേസ്, മഹാഭാരതം കേസ്. അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അതൊരു റെഡ് കേസ്. നമ്മൾ ഫയർ തിരിച്ചെത്തിയിട്ടുണ്ട്. $131 ഗൈസ്. നമുക്ക് ഇത് റേസിംഗ് എന്ന് തോന്നുന്നു. ഓടിച്ച് വണ്ടി കിടക്കണു. ഇതേത് വണ്ടി? ലിഫ്റ്റ്. അമ്മേ, ലിഫ്റ്റ് ആക്കിയില്ലേ എന്നെ ഫ്ലാറ്റ് ആക്കിയിട്ടു. ലിഫ്റ്റ് വെച്ചാൽ ഫ്ലാറ്റ് ആക്കൂലേ? ഇപ്പം കണ്ടു. ഞാൻ എന്തെങ്കിലും വണ്ടി എടുത്ത് വരും ഗൈസ്. പെട്രോൾ പമ്പ് കയറിയാലോ? ചേട്ടാ ലിഫ്റ്റ്. ആള് ഒക്കെ മൈൻഡ് അത് കേസ് പോണേ. പോട്ടെ കേസ്. എന്ത് ചെയ്യാനാ? ഇനി വിട്ടേച്ച് കാര്യമില്ല. തിരിച്ചു പോകാൻ കേസ്. അല്ലാതെ വേറെ വഴിയില്ല. പോലീസൊക്കെ പോകണ്ട കേസ്. അതാ പേടി എനിക്ക്. പോലീസിൻ്റെ വണ്ടിയല്ല എന്നാണ് നേരത്തെ എടുത്തോണ്ട് പോയത്. എന്താ പറയുമ്പോൾ ആളെ കണ്ടില്ല. നമ്മൾ മറ്റേ ട്രെയിൻ കയറി വേറെ അടുത്ത് പോയി തന്നേ. ഞാൻ പെട്ടേണ് കേസ്. അത് ഉറപ്പാണ്. പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കയറി പോയി തന്നേ. മറ്റേ ആള് വന്നില്ല. എവിടേക്കോ പോണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാപ്പ് തന്നത് ആളെ തോന്നുന്നു. അത് മാപ്പ് കൊണ്ട് എന്ത് ചെയ്യാൻ എനിക്കറിയില്ല. കളിക്കുന്നത് എന്താ ചെയ്യണ്ടേ? പൈസ മോഷ്ടിക്കാൻ പറ്റുന്നില്ല, പിന്നെ ആൾക്കാർ തല്ലാൻ പറ്റുന്നുണ്ട്. ചേട്ടാ സുഖല്ലേ? സുഖമല്ലെന്നാ? ടർബോ ജോസാണ് ജോസേട്ടോ. ടർബോ ജോസ് ടർബോട്ടോ. ടോമഞ്ചറി അതൊക്കെ അത്ര ഉള്ളൂ. ടോമഞ്ചറി. ജെറിച്ചേട്ടാ, ജെറിക്കുട്ടനാ. ആ വണ്ടി കയറി. ഇത് ഏതോ വണ്ടി? എനിക്കറിയില്ല വണ്ടിയുടെ പേര് വേറെ. എൻ്റെ പേര് വേറെ എന്തോ ആണ്. എൻ്റെ പേര് എനിക്കറിയില്ല കേസ്. അപ്പം ആ വണ്ടീൻ്റെ പേര് ഏത് വണ്ടി? അയ്യോ, ആ വണ്ടി കയറി പോയല്ലോ കേസ്. സെറ്റാവൂലേ? ബസ് കയറി ബസ് എടുത്ത് നമ്മുടെ കാശ് മേടിച്ച് കോടീശ്വരനോ? ബസ് എങ്ങനെ എടുക്കും കേസ്? ബസ് എങ്ങനെ എടുക്കും? അയ്യോ, ബസ് മറഞ്ഞ്. അതാണ് നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച് കേസ്. ബസ്സും കൊണ്ട് ബസ് എടുത്തു നമ്മളെ. അതൊക്കെ അത്രേ ഉള്ളൂ. ബസ് എടുത്തു ഞാൻ. നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നിങ്ങൾ പറ. എനിക്കിനി എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. അല്ലാണ്ട് ബസ് എടുത്തു പോവാണ് ഞാൻ. എന്നോടാ കളി ഇവരുടെ. ഞാൻ ബസ്സൊക്കെ എടുത്തു. ഇനി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ എത്താൻ കേസ്. ഇനി വേഗം നോക്കൊന്ന് മുങ്ങാം. ഈ ബസ് ഇവിടം വരെയുള്ളൂ കേസ് റോഡ്. പിന്നെ ഗാർഡൻ, പിന്നെ കാട്, ഒരു കര, കടല്, കല്ല്, അങ്ങനെ പോയി അടുത്തൊരു സ്ഥലം എയർപോർട്ടിൽ കുറേ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാർക്കൊക്കെ ചെയ്തെടുക്കാൻ വണ്ടി വിറ്റാലോ? ബസ് വിറ്റാൽ ഒരു 5000 കിട്ടുമായിരിക്കും അല്ലേ? എന്നാൽ ഞങ്ങൾക്കൊന്ന് ട്രിപ്പ് പോവാം. അയ്യോ, വണ്ടി കയറുന്നില്ല. വണ്ടി ഓടില്ല. പെട്ടു നമ്മൾ പെട്ടു. വണ്ടി പോണില്ല. ഈ ക്യാമറ അറിയാതെ ടച്ച് ചെയ്യുന്നത് കേസ്. സ്കോർ എന്തിനാ? അത് നമ്മൾ ഗെയിം കളിക്കില്ലല്ലോ സ്കോർ കളിക്കാൻ. അസലായിട്ടും നമ്മൾ മറ്റേ കളിക്കുന്നത് സ്കോർ. എന്താണ് സ്കോറിൻ്റെ ഒരു ഗെയിമില്ലേ? സ്കോർ എത്രയാണ്? മറ്റേ ക്രിക്കറ്റ് കളിയാണെന്ന്. ക്രിക്കറ്റ് കേസ് കളിക്കണമെന്ന് തോന്നുന്നു. സ്കോർ സ്കില്ലായിരിക്കും. എന്തെങ്കിലും ആവട്ടെ. ഇയാളെ ഓടിക്കണേ. ഇയാൾ തല്ലാൻ പറ്റും? ഇല്ല, പറ്റില്ല. കാരണം അയാൾ സേഫ്റ്റി പിന്നിട്ടുണ്ട്. പിന്നെന്തല്ല ഏത് ഇനി കയറുന്നത് കാര്യമില്ല.
ഇറങ്ങി പോവാ. കിട്ടുന്നില്ല. എന്നാലും എന്താണ് നമ്മൾ ആഞ്ഞ് വലിച്ച അയലസല്ലേ, അതല്ല കേസ്. ഞാൻ വീണ്ടും കേസ് 3 രൂപ എന്തെങ്കിലും ഈ പോയി തോന്നുന്നു. പക്ഷെ 3 രൂപ അല്ല 3 രൂപ കിട്ടി. ഈ വൻ്റെ അടുത്ത് പോയല്ല. അയ്യോ അത് തന്നെ ശകുനപ്പേരയല്ല കേസ്. ഗ്യാസ് പെട്ടു. അത് 100 ഉറപ്പാ. നീ ലിഫ്റ്റ് അടിക്കാൻ പാ. ഞാൻ ഇറങ്ങിയുണ്ട്. വണ്ടി വാ ചേട്ടാ. ലിഫ്റ്റ് ഞാൻ റോഡിൽ കയറിണ്ട് കേസ്. ലിഫ്റ്റ് കയറാൻ പറഞ്ഞു. വണ്ടി അതിന് എന്നെ അന്തരം എത്തിച്ചിരിക്കും. വേഗം ഞാൻ വീട്ടിലെത്തിയിരിക്കും. എന്നാ ലിഫ്റ്റ് ഒരുത്തും പോലും ലിഫ്റ്റ് തരുന്നില്ല. എന്തൊരാൾക്കാരത്. ലിഫ്റ്റ് പോയി. ഇനി ലംബോർഗിനിയോ ബുഗാട്ടിയോ ഡോഡ്ജോ അല്ലാതെ മറ്റേ ബെൻസോ റോൾസ് റോയ്സോ BMW എന്തെങ്കിലും കിട്ടിക്കുന്ന അതായത് ലംബോർഗിനി. ബൈ ദിസ് കാർ ടു ഡ്രൈവ്. പൈസ കൊടുക്കണമെന്നാ. എൻ്റെ കാശില്ല. ഇത് ആരുടെ കാശ് കൊടുക്കണ്ടേ അറിയില്ല. മേടിച്ചതിന് പിന്നെ പൈസ വണ്ടി മേടിച്ചത് സെറ്റാവും. നമ്മൾ റിച്ചായി. ലംബോർഗിനെ കണ്ടിട്ട് നമ്മൾ ഡ്രിഫ്റ്റൊക്കെ അടിച്ച് വണ്ടി ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്ത് സെറ്റാക്കും. നമ്മൾ സാംസിസ് എന്തോ ആള് ഗെയിമറാ തോന്നുന്നു. മറ്റേ വീഡിയോ ഗെയിം കളിക്കുന്ന ആളായിരുന്നു. മറ്റേ എന്താണ് മറ്റേ എന്തായിരുന്നു ഒരു ഏലിയനും വലിയൊരു ഏലിയനെ നമ്മളൊരു സ്പേസ്ഷിപ്പിൽ കയറിയിട്ട് ഫയർ ചെയ്യില്ലേ, അതേപോലത്തെ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആളാണ്. ആളൊക്കെ അറിയിക്കാം. ആളെൻ്റെ ക്ലോസ് ഫ്രണ്ടാണെന്ന് നമ്മൾ പറയുന്നത് എന്ന് തോന്നുന്നു. ആളെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയൂ. ഞാൻ ഒരു പരിചയമില്ലാതെ ആളുടെ വീട്ടിലേക്ക് അങ്ങനെ കയറ്റി വിട്ടു. ചാടി അയ്യോ വെറുതെ ചാടണ്ടായിരുന്നു. സ്റ്റേജ് കൂടി ഇറങ്ങി സ്കില്ലൊക്കെ കാണിച്ചതാ. കിട്ടില്ല എന്ന് അറിയാം. വെറുതെ ഷോ അത്രേ ഉള്ളൂ. എന്തായാലും കിട്ടില്ല. വല്ല വണ്ടിയും കിട്ടിക്കാൻ അതിൽ കയറി അതൊക്കെ അത്രേ ഉള്ളൂ. ഒരു വണ്ടി കിടക്കുന്നത് ഇതെങ്കിൽ ഇത് ഏതാ വണ്ടി? 7 ആണോ? ഈ 7 തോന്നുന്നു. അയ്യോ ഒരാൾ ഇടിച്ചു ഞാൻ. അയ്യോ ഈ കുറ്റനെ പോലീസ് തലയിലാക്കും. ഞാൻ പെട്ടു ഗായ്സ്. പോലീസ് വെടിയൊക്കെ ഉണ്ട്. മോനെ പെട്ടു. വാസുട്ടനെ എങ്ങനെ പിടിക്കാൻ? ആർക്കുമല്ല, എനിക്ക് പോലും വാസുട്ടനെ പിടിക്കാൻ പറ്റില്ല. അതാണ് ഈ വാസുട്ടൻ ഇത്തിരിയും ഒരു ഡേഞ്ചറാണ്. വാസുട്ടനെ ഇടിക്കുന്നിരിക്കും, കാണിച്ചിരിക്കും. അതാണ് വാസുട്ടൻ. ഇടിക്ക് തന്നെ പോലീസാണെന്ന് നോക്കില്ല. വണ്ടി ഡ്രിഫ്റ്റ് അടിച്ച് തന്നെ ഇടിക്കും. സ്പീഡിൽ പോയിട്ട് അവിടെ നിന്ന് നീ ഒന്ന് ഡ്രിഫ്റ്റ് അടിച്ചാലോ ഗീസ്. ഡ്രിഫ്റ്റ് അടിക്കാൻ വരുമ്പോൾ ഒരു GB മേടിച്ചു. അതാണ് ഡ്രിഫ്റ്റ് അടി. ഗീസ് ഇനി നമുക്ക് അവിടെ ഒന്നുകൂടി പോകാം. ആള് വരുമ്പോൾ ഒറ്റടി. ആദ്യം ഡ്രിഫ്റ്റ് അടിച്ചില്ല, എന്നാലും അടിച്ചു പറഞ്ഞാൽ വണ്ടി തിരിച്ചു പോകും. അതൊക്കെ ഉണ്ടോ വണ്ടി ഓടി ബ്രേക്ക് പിടിച്ച് സ്റ്റീറിങ് തിരിച്ചിട്ട് ഡ്രിഫ്റ്റ് അടിക്കാൻ തോന്നുന്നു. ഈ സ്റ്റാർട്ടർ ബ്രേക്കാണ് പിടിക്കണ്ടേ. ഇതിപ്പോൾ എത്ര വന്നു സ്റ്റാർട്ടർ ബ്രേക്കാ നല്ലോണം ഡ്രിഫ്റ്റ് അടിക്കും. വണ്ടി തിരിച്ചടിച്ചു. അതൊക്കെ അത്രേ ഉള്ളൂ ഗ്യാസ് ഇതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ആരൊക്കെ വരാണെങ്കിൽ വാളാണെങ്കിൽ വാ ഗ്യാസ്. നമ്മളിനി എല്ലാം സീൻ ആക്കുന്നതാക്കിയിരിക്കും. അപ്പോൾ ഗ്യാസ് എൻ്റെ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പിയാണ്. ഇതെന്ത് ഗെയിമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് GTA 5 ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും നാളത്തെ വീഡിയോയ്ക്ക് ആരും ലൈക്ക് തന്നിട്ടില്ല. വ്യൂസ് അത്ര കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.